അള്ളാഹുവിന്റെ ഖുർആൻ കഥകളും മുന്നറിയിപ്പുകളും ചരിത്രങ്ങളും മുന്നോറുകളായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും സന്തോഷവാർത്തകളും രസവും സമാധാനവും ഐശ്വര്യവും എല്ലാം അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഭയപ്പെടുത്തലുകൾ മാത്രമല്ല. ഒരു സത്യവിശ്വാസിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതം മാത്രം എടുത്താൽ മനസ്സിലാകും. നമ്മുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട ആ പൊന്നുമകന് ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച് നല്ല തർത്തീബാക്കി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ മഗ്രിബ് കഴിഞ്ഞ് ആ പൊന്നുമകൻ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പിതാവ് വെച്ചുകൊടുത്ത ഒരു തർത്തീബാണ്. ആ കുട്ടി ഇന്ന് ഖുർആൻ ഓതിയില്ലെങ്കിൽ വാപ്പച്ചിയിൽ നിന്ന് ദേഷ്യമുണ്ടാവും, വാപ്പച്ചി പിണങ്ങും, പ്രിയപ്പെട്ട പിതാവ് മിണ്ടൂല, പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സ് വേദനിക്കും. ഈ ഒരു ചിന്തകൾ ആ കുഞ്ഞിനെ നല്ലൊരു ചിട്ടയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് അതവനിൽ ശീലമാവും. ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. 7 വയസ്സാകുമ്പോൾ തുടങ്ങണം നിസ്കാരത്തിന്റെ ചിട്ടവട്ടങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. 10 വയസ്സായിട്ടും ആ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ അവന് ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുക്കേണ്ട സമയം 10 വയസ്സ്. പിന്നീട് അവന് ഹിസാബ് ഇഖാബ് നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട്. അവന് ബുലൂഗാവുമ്പോഴാണ്, പ്രായപൂർത്തിയാവുമ്പോഴാണ്. ആ പ്രായപൂർത്തിയെ കുറിച്ച് പറയുന്നത് ഒന്നുകിൽ അവന് 15 വയസ്സ് ആദ്യം ഏതോ സംഭവിക്കുക, ഇന്ദ്രിയ സ്ഖലനമുണ്ടായി, ഇന്ദ്രിയം പുറപ്പെട്ടാൽ ആ കുട്ടി ആൺകുട്ടി പ്രായപൂർത്തിയായി. പിന്നീടാണ് അവന് ചിലപ്പോൾ 15 വയസ്സാകുന്നത്. ഇനി അങ്ങനെ ഒരു കുഞ്ഞിന്, അവനൊരു മകന് ഇന്ദ്രിയം പുറപ്പെട്ടില്ല, പ്രായപൂർത്തിയുടെ ലക്ഷണം കണ്ടില്ല, അവന് 15 വയസ്സാണ് ആദ്യം പൂർത്തിയായതെങ്കിൽ അവൻ പ്രായപൂർത്തിയായി. ഹിസാബ് ഇഖാബിന്റെ സമയമായി എന്ന് ചുരുക്കം. ഒരു പെൺകുട്ടിയുടെ പ്രായമനുസരിച്ച് ചന്ദ്രവർഷ പ്രകാരം 9 വയസ്സ്. അവന്, ആ കുഞ്ഞിന്, ആ പെൺകുട്ടിക്ക് മെൻസസ് പുറപ്പെട്ട് ഉണ്ടായാൽ, ആർത്തവം പുറപ്പെട്ടാൽ ആ കുട്ടി ആരോഗ്യമുള്ള. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളിൽ പല ശരീര പ്രകൃതക്കാരുണ്ട്. ഓരോരുത്തരുടെയും സയൻസ് വ്യത്യസ്തമാണ്. നമ്മുടെ ശരീരങ്ങളിൽ ഓരോരുത്തരുടെയും സയൻസ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇന്നും കൈമലർത്തുന്നത് പല വിഷയത്തിലും. അവർ കണ്ടെത്തിയതും കണ്ടുപിടിച്ച പല കണ്ടുപിടുത്തങ്ങളിലും ഓരോ ശരീരങ്ങളിലും വ്യത്യസ്തമായി കാണുന്നത് കൊണ്ട് അവരുടെ വിലയിരുത്തലുകൾ പലതും ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഏതെങ്കിലും ഒരു ഗ്രാഫ് നോക്കി മെഡിസിൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ ശരീരത്തിൽ വ്യത്യസ്തമായ ശരീരങ്ങളിൽ വ്യത്യസ്ത ഘടനയായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്ന ആ സമയം മുതൽ ഹിസാബ് ഇഖാബ് കണക്കാക്കും. നിസ്കാരം നിർബന്ധമാണ്, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാവും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു രൂപം നോക്കണം. ഒന്ന് ചിട്ടയായി തർത്തീബായി കൊണ്ടുവരിക. ഭയപ്പെടുത്തുന്നത് ഉണ്ട്, നരകത്തിന്റെ കാഠിന്യത പറയുന്നുണ്ട്, അതിൽ പെടാതിരിക്കാൻ ദുആ ചെയ്യുന്നുണ്ട്. മദ്യപാനികൾക്ക്, വ്യഭിചാരികൾക്ക്, പലിശ ഭക്ഷിക്കുന്നവർക്ക്, കൊലപാതകികൾക്ക്, വർഗീയ വിദ്വേഷം പരത്തുന്നവർക്ക്, മോശക്കാർക്ക്, അവർക്കൊക്കെയുള്ള ശിക്ഷകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തണ്ടേ? അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന, ക്ഷമിക്കുന്നവർക്ക് സ്വർഗം. ഫബശ്ശിരി സ്വാബിരീൻ, അള്ളാഹുവിന്റെ ഖുർആൻ. ക്ഷമിക്കുന്നവർക്ക് സ്വർഗം. അതൊരു വലിയൊരു ഗുണമാണ് ക്ഷമ. ചിലരോ ക്ഷമിക്കും നീതരിക്കും മൂടനാ. ചിലരൊക്കെ ക്ഷമിക്കുമ്പോ നമ്മള് മൂടനാണ്. ഇങ്ങനെ അമ്പ് വലിച്ചിങ്ങനെ വിടും. പിന്നിലോട്ടുള്ളൊരു മാറ്റം, അമ്പിന്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ? 10 മടങ്ങ് ശക്തിയായി കുതിക്കാനാണ്. ക്ഷമിച്ചവർക്കൊക്കെ ഇന്ന് വിജയമുണ്ട്. ചരിത്രമാണ്, പരിശോധിക്കണം. ഒത്തിരി ക്ഷമിക്കണം. ക്ഷമയാണ് വിജയം. വല്ലാത്തൊരു മധുരമാണ്. നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കും നാദാ. തഴവ ഉസ്താദിന്റെ മവാഹിബുൽ ജലിയ. വല്ലാത്തൊരു മധുരം പിന്നെ വരും. ആ ക്ഷമിക്കുന്നവർക്ക് പരമോന്നത ശക്തി റബ്ബ്, ഇഷ്ടക്കാരൻ, നമ്മുടെ പൊന്നാര റബ്ബ്, നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ്, നമ്മുടെ എല്ലാമായ റബ്ബ്. യാ അല്ലാഹ്, സ്നേഹത്തോടെ കൊതിയോടെ മുനാജാത്ത് കഴിഞ്ഞ് ആ ഇബാദത്തിന്റെ മാധുര്യത്തിലിരിക്കുന്ന നമ്മൾ അറിയണം, ആ റബ്ബിന്റെ ഇഷ്ടം കിട്ടും. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പൊ ഖുർആനിൽ സന്തോഷത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു.
പരലോകത്തിന്റെ ആ വലിയ മഹാകോടതിയുടെ കാഠിന്യത, അന്ത്യനാളിന്റെ കാഠിന്യത പറയുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ക്രമം തകിടം മറിച്ചുകൊണ്ടാണ് അന്ത്യനാൾ ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ തർത്തീബ് തന്നെ തെറ്റിപ്പോകും. ചൂടിൽ വർധനവ് വരും, ക്ലൈമറ്റിൽ വല്ലാത്ത മാറ്റം വരും, പ്രപഞ്ചത്തിന്റെ തകർച്ച തുടക്കം അതാണ്. ആകാശം പൊട്ടിപ്പിളരും. ആ ഒരു വലിയ രംഗം ഓർക്കണം. ഉരുകി ഒലിക്കുന്ന ഒരു ലോഹപ്പാളി പോലെ ആകാശം മാറും, പൊട്ടിപ്പിളർന്നിട്ട് ഒലിച്ച് ഇറങ്ങാൻ തുടങ്ങും. നക്ഷത്രങ്ങൾ പ്രകാശം മങ്ങിയിട്ട് ഉതിർന്നു വീഴാൻ തുടങ്ങും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനം വല്ലാത്തൊരു ഭയാനകതയാണ് ആ സമയത്ത്. എല്ലാം അപ്രതീക്ഷിതമായ കാഴ്ചകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതാണ് ഇനി കാണാൻ പോകുന്നത്. അതിന്റെ അടയാളമാണ്. നോക്കിയിരുന്നിട്ട് പ്രതീക്ഷയോടെ മുന്നറിയിപ്പ് നൽകി അടുത്ത മണിക്കൂറിൽ ഇത് എന്നല്ല, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭീമാകരമായ ശബ്ദത്തോടുകൂടെ, കാതടപ്പിക്കുന്ന പ്രകമ്പനത്തോടുകൂടെ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭയന്നു പോകും. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. പർവ്വതം സാധാരണ അതിന്റെ കണക്ക് ഭൂമിയുടെ അടിത്തട്ടിലേക്കും അത്ര പോലെ ആണി പോലെയാണ് പർവ്വതമെന്ന്. ഭൂമിയെ അള്ളാഹു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിയത് ഈ ഭൂമിക്ക് പുറന്തൊലിക്ക് മേലെ കണ്ട പർവ്വതത്തിന്റെ അതേപോലെ ആണി പോലെ താഴ്ഭാഗത്തേക്കുമുണ്ടെന്ന്. അതിങ്ങനെ ഇളകി മറിഞ്ഞിട്ട് പഞ്ഞി പോലെ പറന്നു നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പർവ്വതങ്ങൾ പഞ്ഞി പോലെ പറന്നു നടക്കും. വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. സമുദ്രം തിളച്ചു മറിയും, കത്തിജ്വലിക്കും. സമുദ്രം തിളച്ചു മറിഞ്ഞ് തീഗോളമായി, തീകളായിട്ട് സമുദ്രം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ ഹജ്ജ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും. ഓ മുഅ്മിനീങ്ങളെ, ഓ മനുഷ്യരെ, അല്ലാഹുവിനെ ഭയന്ന് നിങ്ങൾ ജീവിക്കണേ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. ലോകാവസാനത്തിന്റെ പ്രകമ്പനം അത് വല്ലാത്ത കടുപ്പമുള്ള ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ يوم ترونها تذهل كل مرضعة عما أرضعت. ഗർഭിണികൾ അവരിങ്ങനെ അലസിപ്പോയി. അവരുടെ പ്രസവം, അവരുടെ ഗർഭം, യൂട്രസ് ഇളകി മറിഞ്ഞിട്ട് അലസിപ്പോയിട്ട് രക്തക്കട്ടകളും മാംസക്കട്ടകളും അവർ പ്രസവിക്കും. ആ പെണ്ണുങ്ങൾ ഭയപ്പെട്ട് പേടിയോടുകൂടെ പ്രസവിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു ഗർഭിണികൾ പ്രസവിക്കുന്നത് അവർ മാസം തികഞ്ഞിട്ടല്ല പ്രസവിക്കുന്നത്, അവർ ഭയന്നിട്ടാണ്. അതിനെക്കുറിച്ച് തഫ്സീർ പറയുന്നത് അപ്രതീക്ഷിതമായ ഭയമാണ് ഇതിന് കാരണം. അവരുടെ ഗർഭത്തിലെ പ്രസവം അതിവേഗം പെട്ടെന്ന് നടന്നു പോകും. മുറദിഅത്ത് മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ, മുലപ്പാലൂട്ടുന്ന പെണ്ണുങ്ങൾ സ്വന്തം മക്കളെ മറന്നു പോകുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ തന്നെ അറിയാം ലോകാവസാനത്തിന്റെ ഭയാനകത എന്താണെന്ന്. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു ഭയമാണ് ആ സമയത്ത് അവർക്ക് രൂപപ്പെടുന്നതെന്നാണ്. ഒരു മിസൈൽ ഇങ്ങോട്ട് വരും, ദാ വന്നുകൊണ്ടിരിക്കുന്നു, അത് വീഴുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു പടക്കം ഒരാള് കത്തിക്കാൻ പോകുന്നു. നമ്മൾ നോക്കിയിരിക്കുന്നു, അത് പൊട്ടുന്നു. ഞെട്ടല് കുറവായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഠം എന്നൊരു ശബ്ദം കേട്ടു. ഇവിടെ ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇതിനിടയിൽ പാത്രത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ നടുങ്ങിപ്പോയി. കാര്യം നമ്മളൊരു ശ്രദ്ധയിലിരിക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം, അപ്രതീക്ഷിതമായ ശബ്ദങ്ങളാണ് ലോകാവസാനത്തിന്റെ പ്രത്യേകത. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നടുക്കുന്ന ഭയം, പെട്ടെന്ന് ഗർഭമലസും മുലപ്പാല് കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ കുട്ടികളെ വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കളയും. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആൻ വമാഹും ബിസുകാറാ, എല്ലാം ലഹരി ബാധിച്ച പോലെ, മസ്തു പിടിച്ച പോലെ, കള്ളടിച്ച പോലെ, മദ്യപിച്ച പോലെ, മദ്യപാന്മാരെ പോലെ അവരിങ്ങനെ കറങ്ങി നടക്കും. ഒരു ലെവലും ഉണ്ടാവില്ല. സംസാരത്തിന്, പറയുന്നതിന് ആകെ ഭയപ്പെട്ടിട്ട് അവർക്ക് നടക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ മുന്നിൽ പെട്ടെന്നുണ്ടാകുന്ന ശബ്ദത്തിൽ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിപ്പോകും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകുന്ന വേഗത്തിലുള്ള മരണം അത്ഭുതകരമായ ഒരു മാറ്റം അവനിൽ ഉണ്ടാക്കും. അവൻ ലെവലില്ലാതെ സംസാരിക്കാൻ തുടങ്ങും. ഗൾഫില്
ഒരു കറണ്ട് അടിച്ച് മരിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ പ്രിയപ്പെട്ട ബന്ധത്തിൽ ഒരാൾ പറഞ്ഞാണ്, ആ വീഡിയോ ഒരാള് റൂമിലിരുന്ന് എപ്പോഴും നോക്കും. പ്രവാസികൾ പറയണ്ട, അതങ്ങനെ എപ്പോഴും നീ ആവർത്തിച്ച് നോക്കല്ലേടാ, അത് ഓഫാക്കി പോയി. ഇല്ല, അയാൾ ഇങ്ങനെ ആ കറണ്ട് അടിച്ചിട്ട് ട്രെയിനിന്റെ മുകളിൽ വെച്ച് അത് കരിഞ്ഞിങ്ങനെ കത്തി കിടക്കുന്ന കാഴ്ച ഇയാൾ ഇങ്ങനെ എപ്പോഴും റൂമിൽ വെച്ച് നോക്കും. എപ്പോഴും നോക്കും. 1, 2, 3, 4 തവണയല്ല, പല തവണ നോക്കും. അപ്പൊ കൂട്ടുകാർ പറയും, എന്താണ് നിനക്കൊരു ഹോബി പോലെ, നീ അത് മാറ്റെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവർ കണ്ടത് അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയാണ്. ഇയാള് ഭ്രാന്തനെ പോലെ ആയിപ്പോയി, ഇയാളുടെ താളം തെറ്റിപ്പോയി. കണ്ട് അയാളുടെ മൈൻഡ് ഔട്ടായി, മൈൻഡ് മാറിപ്പോയി, ഒരു ഭ്രാന്തനായിപ്പോയി. ഇനി എവിടെ ചികിത്സ? ഒരു നിമിഷം മതി, ഒരു പ്രകമ്പനം, ഒരു ഭയപ്പാട്, ഒരു പേടി. മസ്ത് പിടിച്ച പോലെ കള്ളുകുടിയന്മാരെ പോലെ നടക്കും. മുന്നിൽ കണ്ട ഒരു ആക്സിഡന്റിൽ വ്യത്യസ്തനാണ് മനുഷ്യൻ. ചിലര് രക്തത്തോടെ എടുത്ത് തോളിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള വഴികൾക്ക് നെട്ടോട്ടമോടുമ്പോൾ അത് കണ്ടു നിന്ന ചിലർ ബോധമറ്റു വീണു പോകും. ചിലർക്ക് താങ്ങാൻ പറ്റൂല. ചിലർക്ക് ആ രംഗം ഇങ്ങനെ വല്ലാതെ അയാളെ മാസങ്ങളോളം അലട്ടും. ആ ശബ്ദത്തിന്റെ അപ്രതീക്ഷിത ഭയം വന്നുകൂടുമ്പോൾ അയാളുടെ ഓട്ടം മദ്യപിച്ചവനല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അത്രയും കാഠിന്യമാണ് പരലോകത്തിന്റെ മഹാകോടതിയിലെ അവസ്ഥയും ലോകാവസാനത്തിന്റെ അവസ്ഥയും ഖിയാമത്ത് നാളിന്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നത്തെ തറാവീഹ് വളരെ സൂക്ഷ്മതയോടെ ചെയ്തവൻ അതിന്റെ പ്രതിഫലം തരുന്നത് ആ സമയത്ത് അള്ളാഹുവിന്റെ ഖിയാമത്ത് നാളിന്റെ ഭയാനകതകളിൽ നിന്ന് റബ്ബിന്റെ വലിയ കാവൽ അവന് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്ന് പരിഭ്രാന്തിയോടെ എഴുന്നേറ്റു വരുന്നവൻ, നഗ്നപാതരായി നഗ്നതയിലായി നടക്കുന്നവർ, ആ വിഭ്രാന്തിയിൽ അവരുടെ സാക്ഷികൾ അവരുടെ മുന്നിൽ വന്ന് കൂടി ചെയ്തവൻ ഉറക്കെ വിളിച്ചു പറയും, ഇവൻ ഇന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വലിച്ച് നരകത്തിലേക്ക് വലിക്കാൻ വെമ്പൽ കൊള്ളുന്ന അവസ്ഥ. മീസാനിൻ കടുകുമണി പോലും അവൻ ഒളിഞ്ഞ് പാത്ത് എല്ലാ പഴുതും അടച്ചു ചെയ്തത് ആ റബ്ബ്, പഴുതെല്ലാം തുറന്നു കാണുന്ന റബ്ബ്, ആ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ കടുകുമണിയോളം ചെയ്ത തിന്മകൾ വരെ ആ മീസാനിൽ അവന് നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് അവന്റെ മുന്നിലുണ്ടാകും നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു ഭയാനകതയുടെ നിമിഷമാണ്. അവിടെ റബ്ബ് സലാമത്ത് നൽകുമാറാകട്ടെ. അവിടെ അല്ലാഹു സലാമത്ത് നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു കാവല് നൽകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇന്നത്തെ നോമ്പുതുറ നൽകിയ പ്രിയപ്പെട്ട കുടുംബാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദുദ്ദേശങ്ങളെ സഫലീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഖബൂലാക്കണേ റബ്ബേ. പരിശുദ്ധമായ റമളാനിൽ ധാരാളം ഇബാദത്തുകൾ ഇഖ്ലാസുള്ള അമലായി ചെയ്ത മുഅ്മിനീങ്ങൾ പ്രതിഫലം നൽകണേ അല്ലാഹ്. നിയ്യത്ത് നന്നാക്കി നൽകണേ റബ്ബേ. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റബ്ബേ. പ്രവാസികളായ സഹോദരങ്ങൾ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും സഹകരിച്ചിട്ടുണ്ട്. സമ്പത്ത് കൊണ്ട്, സമയം കൊണ്ട്, ദുആ കൊണ്ട്, നാട്ടിലും പ്രവാസികളിലും. അല്ലാഹുവേ, വലിയ ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. റിസ്ഖിൽ വിശാലത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇരുലോക വിജയം അവർക്ക് പകരമായി നീ നൽകണേ റബ്ബേ. ജീവിത വിഭവങ്ങളിൽ വർധനവ് നൽകണേ റബ്ബേ. ഇന്നത്തെ നോമ്പ് നൽകിയവരെ റയ്യാനിന്റെ ബാബിലൂടെ അവരെയും ഞങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവർ, വിശിഷ്യ നമ്മുടെ പള്ളിയുടെ മയ്യവാടിയിലെ മുഅ്മിനാത്തുകൾ, അവർക്കെല്ലാം ആ സുന്ദര സുവനത്തിലെ റയ്യാനിന്റെ ബാബിലൂടെ വിളിച്ചൊരുക്കുന്ന സൽക്കാരത്തിൽ അല്ലാഹു അവരെയും നമ്മളെ ഇരുത്തുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു അവർക്ക് എല്ലാവിധ ഖൈറാത്തുകളും നൽകട്ടെ. ശർറ്, ബലാ, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് ആ കുടുംബത്തിന് സലാമത്ത് അല്ലാഹു നൽകട്ടെ. നോമ്പ് തുറക്കാർക്ക് വേണ്ടി എടുത്ത സമ്പത്ത്